വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് പാക്കിംഗ് ആണ്. അപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ തുറക്കാനായില്ലേ, അപ്പോൾ നമുക്ക് ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്യണ്ടേ. അപ്പം കാണാം, എൻ്റെ ബാഗ് കാണാം. നമ്മൾ എൻ്റെ ബാഗ് എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. കുറേ അറയുണ്ട്, 1 2 3 4 5 ഉള്ളിൽ ഒരു അറയും കൂടി ഉണ്ട്. അപ്പോൾ 5 അറ ഉണ്ട് കേട്ടോ. അല്ല 6 അറ ഉണ്ട്, 6 അറ. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഈ ബാഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഇതൊക്കെ കുഞ്ഞൊക്കെയാണ്. നെയിം സ്ലിപ്പാണ്, എൻ്റെ നെയിം സ്ലിപ്പ് രണ്ടും ഇത് തന്നെയാണ്. നമ്മുടെ അടുത്ത സിബ് എന്ന് വെച്ചാൽ ഇതാണ്. അടുത്ത സിബ് എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ പൗച്ചാണ്. ഉള്ളിൽ വെച്ചാൽ ഇതൊന്നുമില്ല. ഞങ്ങൾ ഇതൊക്കെ വാങ്ങിയത് ചാർജൂന്നാണ് കേട്ടോ. പിന്നെ ഇതിലൊരു കുഞ്ഞൊരു സ്കെയിലുണ്ട്, 15 സെൻറ്റിമീറ്റർ ഉള്ളതാണ്. അപ്പം അത് പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള ഷാർപ്നറാണ്. ഒരു ഹലോ സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് എത്ര വില എന്ന് വെച്ചാൽ 30-40 രൂപയൊക്കെ കിട്ടും. പിന്നെ 2 പെൻസിൽസ് ഉണ്ട്, പിന്നെ ഒരു പെന്നുണ്ട്, പിന്നെ 2 ഇറേസേഴ്സ് ഉണ്ട്. ഇത്രേ ഉള്ളൂ പൗച്ച്. അടുത്തതായിട്ട് ഒരു പാഡാണ്, അത് ഞാൻ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. പേര് എഴുതിയിട്ടുണ്ട്. അടുത്തവിടെ ഒരു കീ ചെയിൻ കേട്ടോ, ക്യൂട്ടായിട്ടുള്ള കീ ചെയിൻ. ഇതിന് ഒരു റുപ്പീസ് എന്ന് പറയുന്നത് 30 ആണ്. അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല, അല്ല ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു പൊതിയാണ് കേട്ടോ. അത് ബ്രൗൺ പേപ്പറാണ് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളത്. പിന്നെ നമുക്ക് ഇത് മുതൽ നെയിം സ്ലിപ്പൊക്കെ വേറെ വേറെ കളറൊന്നും പറ്റില്ല, അങ്ങനെ ഡിസൈൻ ഒന്നും പറ്റില്ല. ഒരു അതേപോലെ ഒരു എന്താ പറയുക, ഡിസൈൻ ഇല്ലാത്തതാണ് വേണ്ടത്. പിന്നെ ബാഗും കറുപ്പ് കളർ അല്ലാതെ പറ്റൂല കേട്ടോ. പിന്നെ അതേ ഇവിടെ ഇങ്ങനെ പിന്നെ കുറച്ചിൻ്റെ ഒരു നോട്ട്ബുക്ക് അല്ല, ഒരു റഫ് ബുക്കാണ്. ഇത് ചിത്രം വരയ്ക്കുന്ന റഫ് ബുക്കാണ്. ഷിൻചാനെ വരച്ചിട്ടുണ്ട്, സോണി AI എന്ന് പറഞ്ഞുകൊണ്ട് ഷിൻചാൻ കാർട്ടൂൺ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തി വരച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കേട്ടോ. നല്ല രസമുണ്ടായി, ഒന്നുമില്ല അവർക്ക്. പിന്നെ കുറച്ച് നോട്ട്ബുക്സാണ് കേട്ടോ, നോട്ട്ബുക്കുകളാണ്. പിന്നെ ഒരു എഴുതി പഠിക്കുന്ന റഫ് ബുക്ക്. പിന്നെ ആയിട്ട് ക്രയോൺസ് ഉണ്ട്, പെൻസിൽ ക്രയോണാണ് കേട്ടോ, പെൻസിൽ കളറാണ്. പിന്നെ അടുത്തതായിട്ട് ക്രയോൺസ്, സാധാ ക്രയോൺസ് കേട്ടോ, മിനീസ് എന്ന് പറഞ്ഞൊരു ക്രയോൺസ് ഉണ്ട്. ഇതിനുള്ളത് ഒരു കുഞ്ഞൊരു റബ്ബറും കൂടി കൊടുക്കണം റൈസർ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് വലിയ അറ കൊടുത്ത് തുറക്കാം കേട്ടോ. അതിലെന്ന് വെച്ചാൽ ഈ ബാക്ക് അറയിൽ ഡ്രോയിങ് ബുക്കാണ് കേട്ടോ. ഒരു കളറിംഗ് ബുക്ക്, എനിക്ക് കളർ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു പിക്ചറൊക്കെ വരച്ചുകൊണ്ട് ഞാനൊരു കളറിംഗ് ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയൊരു കൈ അക്ഷരം കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം കുറേ ടെക്സ്റ്റ് ബുക്കുകളാണ്, കുറേ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. ഇത് കമ്പ്യൂട്ടറാണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കില്ല, വർക്ക് ബുക്കാണെന്നൊന്നും വിചാരിക്കില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.